എന്താണ് കഴിക്കേണ്ടത്, എന്താണ് കഴിക്കാൻ കൊള്ളില്ലാത്തത് എന്ന് നമ്മൾ മനുഷ്യർക്ക് കൃത്യമായി അറിയാം. എന്നാൽ മൃഗങ്ങൾക്ക് ഇത് തിരിച്ചറിയാനുള്ള കഴിവില്ല. ഇതുകൊണ്ട് തന്നെ പല വിചിത്രമായ വസ്തുക്കളും മൃഗങ്ങൾ വിഴുങ്ങാറുണ്ട്. ലോകം നേരിടുന്ന ഒരു പ്രശ്നമാണ് മാലിന്യം. ഇത് നമ്മുടെ പരിസ്ഥിതിയെയും സമുദ്രത്തെയും മാത്രമല്ല, മൃഗങ്ങളെയും ദോഷകരമായി ബാധിക്കുന്നു. മനുഷ്യർ ഭൂമിയെയും അതിൽ വസിക്കുന്ന എല്ലാ ജീവജാലങ്ങളെയും ഓരോ ദിവസവും നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്തോനേഷ്യയിലെ ഒരു നാഷണൽ പാർക്കിലെ ഒരു സ്പെം വെയിലാണ് പൊല്യൂഷന്റെ ഏറ്റവും പുതിയ ഇര. കബോഡ ദ്വീപിനടുത്ത് കണ്ടെത്തിയ ചത്തയൊരു സ്പെം വെയിലിന്റെ വയറ്റിൽ നിന്ന് കണ്ടെത്തിയത് 6 കിലോ പ്ലാസ്റ്റിക് ആണ്. ഇതിന്റെ വയറ് കീറി മുറിച്ചപ്പോൾ അതിനുള്ളിൽ 150 പ്ലാസ്റ്റിക് കപ്പുകളും 25 ബാഗും 2 ചെരുപ്പും മറ്റു മാലിന്യങ്ങളും കണ്ടെത്തി. ഈ സ്പെം വെയിലിന് മാത്രമല്ല മാലിന്യം കാരണം ജീവൻ നഷ്ടമായത്. തായ്ലൻഡിനടുത്ത് കണ്ടെത്തിയ ചത്തയൊരു പൈലറ്റ് വെയിലിന്റെ വയറ്റിനുള്ളിൽ നിന്ന് 80 പ്ലാസ്റ്റിക് കഷ്ണങ്ങളാണ് കണ്ടെത്തിയത്. 2015 ഒരു റിപ്പോർട്ട് അനുസരിച്ച് സമുദ്രത്തിലെ 60% പ്ലാസ്റ്റിക് വേസ്റ്റിനും കാരണക്കാർ ചൈനയും തായ്ലൻഡും വിയറ്റ്നാമും ഇന്തോനേഷ്യയും ഫിലിപ്പീൻസുമാണ്. ഈ രാജ്യങ്ങൾ മാത്രമല്ല, നമ്മളെല്ലാവരും ഇതിന് കാരണക്കാരാണ്. മിക്ക നോർത്ത് ഇന്ത്യൻ റോഡുകളിലെ സ്ഥിരം കാഴ്ചയാണ് കുന്നുകൂടിക്കിടക്കുന്ന പ്ലാസ്റ്റിക്കും സ്വതന്ത്രമായി നടക്കുന്ന കന്നുകാലികളും. മിക്കപ്പോഴും വിശപ്പ് സഹിക്കാൻ പറ്റാതെ വരുമ്പോൾ കന്നുകാലികൾ പ്ലാസ്റ്റിക് ഭക്ഷണമാണെന്ന് തെറ്റിദ്ധരിച്ച് കഴിക്കാറുണ്ട്. ഇതാണ് 7 വയസ്സായ കൃഷ്ണാനന്ദൻ എന്ന കാളയ്ക്ക് സംഭവിച്ചത്. വീർത്ത വയറുമായി തളർന്ന അവസ്ഥയിൽ കണ്ടെത്തിയ ഈ കാളയെ കുറച്ചുപേർ ഒരു റെസ്ക്യൂ സെന്ററിൽ എത്തിക്കുകയായിരുന്നു. വയറ്റിനുള്ളിൽ കിടക്കുന്ന പ്ലാസ്റ്റിക്കിന്റെ ഭാരം കാരണം എണീറ്റ് നിൽക്കാൻ പോലും ഈ കാളയ്ക്ക് സാധിച്ചിരുന്നില്ല. അങ്ങനെ 2 മണിക്കൂർ നീണ്ടുനിന്ന സർജറിക്കൊടുവിൽ 84 കിലോ പ്ലാസ്റ്റിക്കും ആണിയും മെറ്റൽ പീസുകളും ഗ്ലാസുമാണ് ഈ കാളയുടെ വയറ്റിൽ നിന്ന് ഡോക്ടേഴ്സ് നീക്കം ചെയ്തത്. ഇതിൽ ചില വസ്തുക്കൾ 6 വർഷത്തിലേറെയായി ഈ കാളയുടെ വയറ്റിൽ കുടുങ്ങിയിട്ട്. ഭാഗ്യവശാൽ സർജറിക്ക് ശേഷം ഈ കാള സുഖം പ്രാപിച്ചു. ആമകൾക്ക് മേൽ കോയിനെറിഞ്ഞാൽ ഭാഗ്യമുണ്ടാകുമെന്നാണ് തായ്ലൻഡുകാർ വിശ്വസിക്കുന്നത്. ഈ വിശ്വാസം ആമകൾക്ക് 8 പതിറ്റാണ്ട് വരെ നീണ്ട ആയുസ്സുണ്ടെന്ന ആശയത്തിൽ നിന്ന് രൂപപ്പെട്ടതാണ്. എന്തായാലും ഈ വിശ്വാസം ആമകളുടെ ആയുസ് പകുതിയായി കുറച്ചിട്ടുണ്ട്. 24 വയസ്സുള്ള പിഗി ബാങ്ക് എന്ന് വിളിക്കപ്പെടുന്ന സ്നാപ്പിംഗ് ഗ്രീൻ സീ ടർട്ടിൽ 5 കിലോയോളം വരുന്ന കോയിനുകൾ വിഴുങ്ങിയതിനാൽ ബ്ലഡ് പോയ്സണിംഗ് മൂലം മരിച്ചു. മാർച്ച് 2017 7 മണിക്കൂർ നീണ്ടുനിന്ന സർജറിക്കൊടുവിൽ 5 കിലോയോളം വരുന്ന കോയിനുകളാണ് ഡോക്ടേഴ്സ് ഈ ആമയുടെ വയറ്റിൽ നിന്ന് നീക്കം ചെയ്തത്. അങ്ങനെ വിഷബാധ ഭേദമാകാനും കോയിൻ നീക്കം ചെയ്യാനും നടത്തിയ ആദ്യത്തെ സർജറി വിജയിച്ചു. എന്നാൽ പിന്നീട് മറ്റൊരു സർജറി കൂടെ ഈ ആമയ്ക്ക് വേണ്ടി വന്നു. നിർഭാഗ്യവശാൽ ഈ സർജറിക്ക് ശേഷം ഈ ആമ കോമയിലാകുകയും പിന്നീട് ദിവസങ്ങൾക്ക് ശേഷം മരിക്കുകയും ചെയ്തു. ഇതുപോലത്തെ നമ്മുടെ പല അന്ധവിശ്വാസങ്ങൾക്കും ഇരകളാവുന്നത് മിക്കപ്പോഴും പിഗി ബാങ്കിനെ പോലെയുള്ള മിണ്ടാപ്രാണികളായിരിക്കും. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് തുടങ്ങിയതിനു ശേഷമായിരിക്കും അത് വേണ്ടായിരുന്നുവെന്ന് നമ്മൾക്ക് തോന്നുന്നത്. എങ്കിലും നമ്മളത് പൂർത്തിയാക്കാൻ ശ്രമിക്കാറുണ്ട്. അത് തന്നെയാണ് ഒരു മുതലയെ വിഴുങ്ങാൻ ശ്രമിച്ച ഈ പെരുമ്പാമ്പിന്റെ അവസ്ഥയും. ഓസ്ട്രേലിയയിലെ ക്യൂൻലൻഡിലെ മൗണ്ട് ഇസയ്ക്ക് സമീപമുള്ള മുണ്ടാര തടാകത്തിന്റെ സമീപത്ത് വച്ച് ഒരു മുതലയും ഒരു ബർമീസ് പെരുമ്പാമ്പും ഏറ്റുമുട്ടി. ഈ ഏറ്റുമുട്ടലിൽ മുതല പരാജയപ്പെടുകയും ചെയ്തു. പിന്നീട് ഈ പെരുമ്പാമ്പ് മുതലയെ വിഴുങ്ങാൻ തുടങ്ങി. ഏകദേശം 5 മണിക്കൂർ വേണ്ടി വന്നു ഈ പാമ്പിന് മുതലയെ മുഴുവനായി വിഴുങ്ങാൻ. ഇത് കണ്ടുകൊണ്ട് നിന്നിരുന്ന ടിഫിനി കോർലിസ് എന്ന സ്ത്രീ പറയുന്നതനുസരിച്ച് പാമ്പിനുള്ളിലെ മുതലയുടെ ചെതുമ്പലും കാലുമൊക്കെ വ്യക്തമായി കാണാമായിരുന്നുവെന്നാണ്. എക്സ്പേർട്ടുകൾ പറയുന്നതനുസരിച്ച് മുതലയുടെ അത്രയും വലിപ്പമുള്ള ഒരു ജീവിയെ ഒരു പെരുമ്പാമ്പ് ഭക്ഷണമാക്കുന്നത് ഒരു അസാധാരണമായ സംഭവമൊന്നുമല്ല. 2017 ഇന്തോനേഷ്യയിലെ സുലോവസി എന്ന ദ്വീപിലെ 25-കാരനായ അക്ബർ എന്ന വ്യക്തിയെ ഒരു ദിവസം കാണാതെയായി. ഇയാളുടെ കൂട്ടുകാരുടെ മൊഴി അനുസരിച്ച് രാവിലെ തന്നെ അക്ബർ ഈന്തപ്പഴം പറിക്കാൻ പോയിരുന്നു. എന്നാൽ അക്ബർ വൈകിട്ടായിട്ടും തിരിച്ചു വന്നില്ല. ഇതിനെ തുടർന്ന് നടത്തിയ പോലീസ് അന്വേഷണത്തിനിടയിലാണ് 23 അടി നീളമുള്ള ഒരു പെരുമ്പാമ്പിനെ പോലീസ് കാണാനിടയാകുന്നതും അതിന്റെ വയറ്റിലെ മനുഷ്യന്റെ ആകൃതിയിലുള്ള മുഴ ഇവരുടെ ശ്രദ്ധയിൽപ്പെടുന്നതും. സംശയം തോന്നിയ പോലീസുകാർ ഈ പെരുമ്പാമ്പിനെ വെടിവെച്ചു കൊന്നു. ഇതിനുശേഷം പെരുമ്പാമ്പിന്റെ വയറ് കീറി മുറിച്ചപ്പോഴാണ് അവർ ഞെട്ടിക്കുന്ന ആ കാഴ്ച കണ്ടത്. ഈ പെരുമ്പാമ്പിന്റെ വയറ്റിൽ മരിച്ച നിലയിൽ അക്ബറിനെ കണ്ടെത്തുകയായിരുന്നു. ഒരു പെരുമ്പാമ്പ് മനുഷ്യനെ ഭക്ഷണമാക്കിയ ആദ്യത്തെ സംഭവമായിരുന്നു ഇത്. ഇതിനുശേഷം 2018 ഇതേപോലൊരു സംഭവം തായ്ലൻഡിൽ സംഭവിച്ചിരുന്നു.
വിശപ്പുള്ള സമയത്ത് എന്ത് ഭക്ഷണം കിട്ടിയാലും വിഴുങ്ങുന്നവരാണ് മുതലകൾ. ഈ സമയം മനുഷ്യനെ പോലും ആക്രമിക്കാൻ ഇവ മടിക്കില്ല. ഇതുകൊണ്ട് തന്നെ 3 ആമകളെ മുതലയുടെ വയറ്റിൽ നിന്ന് കണ്ടെത്തിയെന്ന് പറയുന്നതിൽ വലിയ അതിശയമൊന്നുമില്ല. വിൽഡർനെസ് എന്ന ഒരു യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യപ്പെട്ട ഒരു വീഡിയോയിൽ 2 പേർ ഒരു മുതലക്കുഞ്ഞിനെ കുക്ക് ചെയ്യുന്നതിനായി പ്രിപ്പയർ ചെയ്യുന്നത് കാണിക്കുന്നുണ്ട്. പക്ഷേ അതിനെ കഷ്ണങ്ങളായി മുറിക്കുന്നതിന് മുമ്പ് അതിൻ്റെ വയർ വൃത്തിയാക്കും. ഈ സമയത്താണ് ജീവനുള്ള 3 ആമക്കുഞ്ഞുങ്ങളെ ഈ മുതലയുടെ വയറ്റിൽ നിന്ന് ഇവർ കണ്ടെത്തുന്നത്. മുതലകൾ ഭക്ഷണം ചവച്ചു കഴിക്കുന്ന മൃഗങ്ങളല്ല. ഇതുകൊണ്ടാണ് ഈ ആമകൾ ജീവനോടെ ഇരിക്കുന്നത്. ലോകത്ത് ധാരാളം വിചിത്രമായ പാരസൈറ്റുകളുണ്ട്. അതിലൊന്നാണ് സൈമത്തോവ ഇസിഗുവ. ആഴക്കടലിൽ കാണപ്പെടുന്ന ഈ ഐസോപോഡ് മീനിന്റെ ചെകിളയിലൂടെ മീനിന്റെ ഉള്ളിൽ കയറുകയും പിന്നീട് മീനിന്റെ നാവിൽ സ്ഥാനം ഉറപ്പിക്കുകയും ചെയ്യും. ഇതിനുശേഷം മീനിന്റെ നാവ് നശിക്കുന്നത് വരെ ഇവ മീനിന്റെ നാവിലെ രക്തം മുഴുവൻ കുടിക്കും. മീനിന് നാവ് നഷ്ടമായി കഴിഞ്ഞാൽ മീനിന്റെ ശരീരത്തിലെ രക്തവും മൂക്കളയും കഴിച്ച് ഈ പാരസൈറ്റ് മീനിനുള്ളിൽ ജീവിക്കും. പ്രധാനമായും സ്നാപ്പർ മീനിനെയാണ് ഈ പാരസൈറ്റ് ഹോസ്റ്റായി തിരഞ്ഞെടുക്കുന്നത്. ഇനി നിങ്ങൾ മാർക്കറ്റിൽ നിന്ന് മീൻ മേടിക്കുമ്പോൾ അതിൻ്റെ വായൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ഓരോ വർഷവും ഏകദേശം 290 ദശലക്ഷം ടയറുകളാണ് ഉപേക്ഷിക്കപ്പെടുന്നത്. ഇതിൽ ഭൂരിഭാഗവും ഗാർബേജ് ലൂട്ടിലാണ് എത്തിപ്പെടുന്നത്. ഇതിനാൽ ഉപേക്ഷിക്കപ്പെടുന്ന ടയറുകൾ ഉപയോഗിച്ച് എന്തെങ്കിലും ചെയ്യാനായി കോർപ്പറേഷനുകളും ആളുകളും ശ്രമിക്കുന്നുണ്ട്. ഇതുകൊണ്ടാവണം 1970-ൽ പരിസ്ഥിതി പ്രവർത്തകർ 1 മില്യൺ ടയറുകൾ ഉപയോഗിച്ച് ആർട്ടിഫിഷ്യൽ റീഫ് നിർമ്മിച്ചത്. എന്നാൽ ഈ പരീക്ഷണം വലിയൊരു പരാജയമായിരുന്നു. കാരണം ഈ ടയറുകൾ പ്രതീക്ഷിക്കാത്ത പലയിടത്തും എത്തിപ്പെടാൻ തുടങ്ങി. ഉദാഹരണമായി പറഞ്ഞാൽ സ്രാവിന്റെ വയറ്റിൽ. ഭക്ഷണമാണെന്ന് കരുതി പല സ്രാവുകളും ഈ ടയറുകൾ വിഴുങ്ങി. സ്രാവുകൾ പ്രത്യേകിച്ചും ധാരാളം മാലിന്യങ്ങൾ കഴിക്കുന്ന ഒരു മത്സ്യം കൂടിയാണ്. കരയിലും മറ്റും ചത്തടിയുന്ന മിക്ക ഷാർക്കിന്റെയും വയറ്റിൽ നിന്ന് ടയറുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഗോൾഡൻ റിട്രീവർ വളരെ ഫാമിലി ഫ്രണ്ട്ലി ആയ ഒരു പെറ്റാണ്. ഇവ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ഏറ്റവും പോപ്പുലറായ ഡോഗ് ബ്രീഡ്സിൽ ഒന്നാണ്. കാരണം ഗോൾഡൻ റിട്രീവറിന് ആയുസ് കൂടുതലാണ്. അതുകൂടാതെ ഇവയെ ട്രെയിൻ ചെയ്യാനും വളരെ എളുപ്പമാണ്. എന്നാൽ ഗോൾഡൻ റിട്രീവർ വളരെ ആകാംക്ഷയുള്ള ഒരു ബ്രീഡ് കൂടിയാണ്. ഒരു കുടുംബം ഇത് തിരിച്ചറിയാൻ വൈകിപ്പോയി. പെട്ടെന്ന് ഒരു ദിവസം ഇവരുടെ 10 മാസം പ്രായമുള്ള കോൾബി എന്ന ഗോൾഡൻ റിട്രീവർ അവശനാകുകയും തുടർന്ന് 2 ദിവസത്തോളം തുടർച്ചയായി ഛർദ്ദിക്കുകയും ചെയ്തു. ഇതിനെ തുടർന്ന് കോൾബിയെ മൃഗഡോക്ടറിന്റെ അടുത്തേക്ക് ഇവർ കൊണ്ടുപോയി. അങ്ങനെ അവർ എക്സ്റേ എടുത്തപ്പോൾ അതിൽ കണ്ട കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു. കോൾബി ഒരു ലൈറ്റ് ബൾബ് വിഴുങ്ങിയിരിക്കുന്നു. ഭാഗ്യവശാൽ ഇത് വലിയ വലിപ്പമില്ലാത്ത ഒരു ബൾബായിരുന്നു. പക്ഷേ ബൾബ് പൊട്ടിക്കാതെ കോൾബി എങ്ങനെ അത് വിഴുങ്ങിയെന്നത് ഒരു അതിശയം തന്നെയാണ്.